നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. മനോഹരിനിൻ മനോരഥത്തിൽ മലരോട് മലത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ? കോഴിക്കോട് സംഗീതത്തിൻ്റെ നഗരമാണ്. ആ നഗരത്തിൽ ഒരു ഗായകനുണ്ട്, നമ്മൾ പരിചയപ്പെടേണ്ട ഗായകൻ. മലയാള സിനിമാ സംഗീതത്തിൻ്റെ പാതുഷ, ബാബുരാജിനൊപ്പം പോലും പാടി നടന്ന പാരമ്പര്യമുള്ള ഗായകൻ, കോഴിക്കോട്ടെ ഗായകരുടെ കാരണവർ, കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട സലാംക്ക. സംഗീത ലോകത്ത് അരനൂറ്റാണ്ടിലേറെ പിന്നിട്ട സലാംക്കയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ടെ പൗരാവലി വമ്പിച്ച ഒരു ആദരവ് നൽകിയത്. തികച്ചും അർഹിക്കുന്ന ആദരവ് തന്നെയാണിത്. ഈ അവസരത്തിൽ തൻ്റെ ജീവിത വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിയാണ് കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഗായകൻ സലാംക്ക. ഞാനൊരു 8ാം വയസ്സിലൊക്കെയാണ് എനിക്ക് ഈ സംഗീതത്തിൻ്റെ ഇതിലേക്ക് വരുന്നത്, 7-8 വയസ്സിൽ. അപ്പോൾ അന്ന് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഈ അപ്പവാണി നേർച്ച, അതുപോലെ തന്നെ ഈ ഉത്സവങ്ങളൊക്കെ ആയിട്ട് വന്ന് അന്നിങ്ങനെ റോട്ടിൽ കൂടെ അത് പോയി, അല്ലെങ്കിൽ വീട്ടിലും കയറി, അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ ഈ ബാൻഡ് സെറ്റ്, ഈ ചെണ്ടമേളം, ചെണ്ട എന്ന് പറഞ്ഞാൽ മറ്റേ ഈ അപ്പാണയത്തിന് വേറൊരു സാധനമാണല്ലോ, ഉടുക്കും വേറൊരു സാധനമാണ് അങ്ങനെ ഉപയോഗിക്കുക. അതൊക്കെ കേൾക്കും ഭയങ്കര ഒരു എന്താണ് അതിൻ്റെ, എനിക്കൊരു ഭയങ്കര ഹരമാണ് ഈ താളം കേൾക്കുകയാണ്. ആ താളത്തിൻ്റെ പിന്നാലെ ഞാനും പോകും. ഇവർ പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത വീട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ഞാനും പോകും. അങ്ങനെ കുറേ പോയിട്ട് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ പോയി അവസാനം വൈകുന്നേരമൊക്കെ ആവും വീട്ടിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ മൂത്ത ജ്യേഷ്ഠന് ഒരു ഷോപ്പുണ്ട്, സലാം സ്റ്റോർ, എൻ്റെ പേരിൽ തന്നെയാണത്. അപ്പോൾ ആ സ്റ്റോറിൽ എന്ന് പറഞ്ഞാൽ ഈ വാടക കൊടുക്കുന്ന ഈ ഇത് സ്പീക്കർ, മറ്റേ കാറ്റിലൊക്കെ കോളാമ്പിയ, അതൊക്കെ ആയിരുന്നു. അപ്പോൾ റെക്കോർഡാണ് വന്ന്, മറ്റേ നമ്മളെ ഈ ബൈൻഡ് കൊടുത്തുള്ള റെക്കോർഡാണെന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് ആ സ്പീക്കർ പുറത്തേക്ക് വെച്ചിട്ട് പാട്ടുകൾ വെക്കും. അന്ന് കഴിയുന്ന ഒരുപാട് ഹിന്ദി പാട്ടുകളാണ് ഉണ്ടാവുക, മലയാളം വളരെ റയർ സോങ്സൊക്കെ ഉള്ളൂ. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഒരു പാട്ട് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാൻ പിന്നെ പാടാൻ തുടങ്ങി. അങ്ങനെ പാടി വരുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 12 വയസ്സായി ഉണ്ടാവും. അങ്ങനെ മൂത്ത ജ്യേഷ്ഠൻ്റെ അളിയൻ്റെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ടുപോയിട്ട്, ജ്യേഷ്ഠൻ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തണം. അപ്പോൾ അന്നൊരു മൊറാക്കോസ് എന്നൊരു സാധനമുണ്ട്, ഇങ്ങനെ കുൽക്കുന്ന ഒരു തബലയും ഒരു ഹാർമോണിയം. അപ്പോൾ അത് വെച്ചിട്ടാണ്, അതിപ്പോൾ സ്പീക്കറിൽ തന്നെ അന്ന് നമ്മളെ സൗണ്ട് അത് നേരെ കോളാമ്പി പോയിട്ട് നേരെ തെങ്ങിൻ്റെ മുകളിൽ കെട്ടിയിട്ട് അത് നേരെ പുറത്തേക്കാണ് പോവുക. അപ്പോൾ അതിൽ എന്നെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ പാടി, പിന്നെ ഓമനപ്പാട്ടുമായി എന്നുള്ളൊരു പാട്ടാണ് അന്ന് പാടിയത്. അത് പാട്ട് കേട്ടിട്ട് കുറേ ആൾക്കാർ കല്യാണ വീട്ടിലേക്ക് പുറത്തുനിന്ന് വന്നത്, ആരാണ് ഒരു ഫീമെയിൽ സിംഗർ പാടുന്നത്, അന്ന് പ്രത്യേക ഒരു ഫീമെയിൽ സിംഗറൊന്നും അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ ഞാനാണ് പാടുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ പാട്ടിലേക്കുള്ളൊരു പ്രവേശനം. എൻ്റെ ജ്യേഷ്ഠനാണത് എന്നെ കൊണ്ടിട്ട് പാട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടുന്ന് പിന്നെ എല്ലാ പരിപാടിക്കും വെറുതെ പോയിട്ട് ഞാൻ തന്നെ ക്ലബ്ബുകളുണ്ട്, കുറേ ക്ലബ്ബുകളുണ്ട് അവിടെ. അന്നത്തെ കാലത്ത് ഒരുപാട് മാളികപ്പുറം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോവും, രാത്രി പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. ഒരുപാട് ആൾക്കാർ പാടുന്ന ആൾക്കാരുണ്ട്, വലിയ പാട്ടുകാരൊക്കെ വന്ന് പാടുമ്പോൾ നമുക്കൊക്കെ എപ്പോഴെങ്കിലും ചാൻസ്, അപ്പോൾ ഇടയ്ക്കൊന്ന് കയറി പാടും. അങ്ങനെയാണ് ഞാനിങ്ങനെ ഈ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലാണ് പിന്നെ എൻ്റെ ഫസ്റ്റ് പാട്ടിലേക്കുള്ളൊരു പ്രവേശനം. കോഴിക്കോട്ടെ പഴയ തട്ടിൻപുറത്തെ മഹഫിലുകൾ, MS ബാബുരാജുമായുള്ള അടുപ്പം എല്ലാം ഇന്ന് സലാംക്കയുടെ ഗൃഹാതുരമായ ഓർമ്മകളാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മനോഹരമായ ഓർമ്മകൾ. ബാബുക്ക എന്നൊക്കെ കാണുന്നത് തന്നെ ഞാൻ ക്ലബ്ബിൽ ഇങ്ങനെ തട്ടുംപുറത്തുള്ള പാട്ട് കച്ചേരിക്കൊക്കെയാണ്.
അന്ന് സെയ്തുബായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായിബാജ ഒക്കെ വായിക്കുന്ന സെയ്തുബായി. പുള്ളിയുടെ പിന്നെ ഇത് ഇവിടെയാണ് പന്ന്യങ്ങര. ഓരോരുത്തർക്കും ഓരോ മാളിയാണ്. ഒരു കോയക്ക എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളിക്കുള്ളത് ബോംബെ ഹോട്ടൽ, നമ്മുടെ മറ്റേ ആ ബീച്ചിൻ്റെ അവിടെ ഉള്ളൊരു മാളിയാണ്. അങ്ങനെ ഓരോരുത്തർ ഒരു പിന്നെ അച്ചൻഡ്ര ഉമ്മർക്ക എന്ന് പറഞ്ഞിട്ട് തബല വായിക്കുന്ന, കാലിനെ കുറച്ചപ്പോൾ ഇതായിട്ടുള്ള പുള്ളിയുടെ ക്ലബ്ബ് പിന്നെ കല്ലായി. അങ്ങനെ പലവർക്കും പല ക്ലബ്ബാണ്, ഓരോരുത്തരാണ് നടത്തുക. അപ്പോൾ അവിടെയൊക്കെ എല്ലാ ദിവസവും രാത്രി മഹഫിലാണ്. അപ്പോൾ എല്ലാവരും വന്ന് പാടും. ഞാനൊക്കെ ഇങ്ങനെ ഓരോ ക്ലബ്ബ് കയറി ഇറങ്ങി നടക്കലാണ്. പ്രത്യേകിച്ച് ആയുധപൂജ ഇങ്ങനെയുള്ള സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് നടത്തും. അത് സ്പീക്കർ ഒരു പുറത്തേക്ക് സ്പീക്കറൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അന്നൊക്കെ കുറേ ആൾക്കാർ ആ ചെറിയൊരു സ്ഥലമാണ്, പക്ഷേ തിങ്ങി നിറഞ്ഞിട്ട് ആൾ ഇരുന്നിട്ട് താഴെ ഇരുന്നിട്ട് ഉള്ള പരിപാടി. അത് എനിക്ക് ബാബുക്കൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ആവേശമാണ് അതൊക്കെ. അന്ന് ബാബുക്ക വന്നിട്ട് ആ പാട്ട് ഇരുന്നിട്ട് ബാബുക്ക വരുമ്പോൾ ചിലപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചെന്നാൽ ബാബുക്ക ട്യൂൺ ചെയ്തിട്ടായിരിക്കും ഏതെങ്കിലും പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ടായിരിക്കും വരിക. ആ പാട്ട് അവിടെ പാടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ ആകെ അതിശയിച്ച് ചോദിച്ചു. ചിലപ്പോൾ എനിക്ക് താമസത്തിൻ്റെ ഒരുമൊക്കെ ബാബുക്ക വന്നിട്ട് ഈ ക്ലബ്ബിൽ വന്ന് ഫസ്റ്റിൽ ബാബുക്ക പാടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇത്, അപ്പോൾ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്താണ്ടാണെന്ന് അറിയും എന്നോട്. കാരണം അങ്ങനെയുള്ളൊരു ബാബുക്ക പാടിയതും പിന്നീട് ആ റെക്കോർഡായിട്ട് വന്ന് കേൾക്കുമ്പോഴൊക്കെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമാണ്. ബാബുക്കൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു 1/4% പോലും റെക്കോർഡിങ്ങിൽ ഓരോരുത്തർ പാടിയിട്ട് വരുന്നുണ്ട്. ബാബുക്കൻ്റെ വല്ലാത്തൊരു അനുഭവം. പിന്നെ ഈ സായിബാജ വായിക്കുന്ന സെയ്തുക്ക, ഉമ്മർക്ക, പിന്നെ നമ്മളെ ബെങ്കിച്ചൻ എന്ന് പറഞ്ഞൊരു തബലിസ്റ്റ് ഉണ്ട് അന്നത്തെ ഫേമസ്. പിന്നെ സ്ഥിരം ആളെന്ന് പറഞ്ഞാൽ നമ്മളെ ഉസ്മാൻ ഖാണ്, ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായ. ബാബുക്ക ഉസ്മാൻ എന്ന് പറഞ്ഞൊരു ഒരു കൂട്ടുകെട്ട് അത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആണ് നമ്മൾ ആ തട്ടിൻപുറം എന്നുള്ള സംഭവത്തിൽ കുറേ എനിക്ക് എക്സ്പീരിയൻസാണ് അതൊക്കെ. കാരണം പാടുന്ന ആളുകളും ഒക്കെ ആയിട്ടുള്ളൊരു ഇടപഴകലും, നമുക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയിട്ട് അവിടെ പാടാനുള്ളൊരു ചാൻസും ഹാർമോണിയിൽ വായിച്ചിട്ട് അതിനൊക്കെ വോയിസ് കൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. അവിടെയൊക്കെ ഒരു മൈക്ക് വെച്ചാൽ അല്ലെങ്കിൽ ഒരു മൈക്കില്ലാതെ നമ്മൾ പാടുന്ന ആ ത്രോ ഉണ്ടല്ലോ, വോയിസ് ത്രോ ഒക്കെ ശരിക്കും അങ്ങനെ പാടിയിട്ട് കിട്ടുന്നതാണ്. തട്ടിൻപുറത്തെ മേഫിലുകൾ ഇന്നില്ല, പക്ഷേ കോഴിക്കോട്ട് ഇന്നും മേഫിലുകളുണ്ട്, തട്ടിൻപുറത്തല്ലെന്ന് മാത്രം. അതേക്കുറിച്ച് സംസാരിക്കുകയാണ് സലാം ഖാൻ. അന്നത്തെ മാതിരിയല്ല, ഇന്നിപ്പം അത് ഒരു കാലം മാറുമ്പോഴൊക്കെ മാറി വരുമല്ലോ. ഇന്ന് ഹോളും ചെറിയ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ഒരു സൗണ്ട് സിസ്റ്റം വെച്ച് ഒരു മൈക്കും കാര്യങ്ങളൊക്കെ വെച്ച് താഴെ ഇരിക്കുന്ന സ്റ്റൈലിൽ പോയി. നമ്മൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മഹഫിൽ സ്റ്റൈലിൽ താഴെ ഇരുന്നിട്ടാണ് എല്ലാവരും പാടുകയും വായിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ പോയിട്ട് ഇപ്പം സ്പീക്കറൊക്കെ വെച്ചിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയറിലിരിക്കുന്ന രീതിയിൽ ആണിപ്പോൾ മിക്ക ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ കോഴിക്കോടേ ഉള്ളൂ, കോഴിക്കോടും മലപ്പുറം ഭാഗത്തേക്കും ഉള്ളു ഇപ്പോൾ ക്ലബ്ബുകളുള്ളത്. നമ്മൾ ഇപ്പം കാലങ്ങൾ മാറി വരുന്നുള്ളൊരു വ്യത്യാസങ്ങളാണ്. പക്ഷേ ഇപ്പോഴും കുറേ ക്ലബ്ബുകൾ മലപ്പുറത്തും ഉണ്ട് എന്ന് തോന്നുന്നു. കുറേ മലപ്പുറം കോഴിക്കോടൊക്കെ ഇപ്പോൾ അത് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളതിനെന്താ ചെയ്യുന്നതാണ് നമ്മുടെ നേതൃത്വത്തിൽ, എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തന്നെ ഒരു ഗസൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതെല്ലാ വ്യാഴാഴ്ചയും മാത്രം, വീക്കിലി വൺസ് അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. ഇപ്പോൾ നല്ല സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളിപ്പോൾ നമ്മൾ ഗസൽ മുജീബ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ടൈറ്റിൽ പേരാണ് ഗസൽ. മുജീബാണ് അതിനെ ഇനീഷ്യേറ്റ് എടുത്തിട്ട് അത്യാധുനിക രീതിയിൽ സൗണ്ട് സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയ നല്ലൊരു AC ഒക്കെ ഫിറ്റ് ചെയ്ത് നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ, ഒരു 5-6 മാസമായിട്ടുള്ളൂ. അതിങ്ങനെ റെഗുലറായിട്ട് ഇപ്പോൾ മിക്ക ആളുകളും അവിടെ വന്നിട്ട് വൈകുന്നേരം പാടി പോകും. അപ്പോൾ അത് വീണ്ടും അതിലേക്ക് വരുന്നുണ്ട്. അത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അത് വ്യാപിച്ചുകൂടാന്നില്ല. ഇപ്പം മട്ടാഞ്ചേരിയിൽ ഒക്കെയാണ് വേണ്ടത്. പക്ഷേ മട്ടാഞ്ചേരിയിൽ ഇപ്പോഴും 1-2 ക്ലബ്ബേ ഉള്ളൂ, അവിടെ ഒന്നും കൂടുതൽ വന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴും അതിങ്ങനെ ഓരോ സ്ഥലത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നടക്കാവുന്ന ഓരോ ഏരിയ ബേസിൽ ക്ലബ്ബുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടെ പഴയ ഗായകരെക്കുറിച്ചും ഗസലിനെ കുറിച്ചുമെല്ലാം സലാം ഖയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെ. ഇപ്പോൾ നജ്മലിൻ്റെ ഒക്കെ ഞങ്ങൾ ഓർപ്പിച്ച് തന്നായി. നജ്മൽ, സത്യജിത്ത്, KR വേണു, പിന്നെ അങ്ങനെയുള്ള കുറേ പാട്ടുകാർ അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ എൻ്റെ വലിയ സുഹൃത്തുക്കളുമായിരുന്നു. നമ്മളൊക്കെ അന്ന് ഒന്നായിട്ട് നടന്നാണ്. അപ്പം നജ്മലിൻ്റെ വിയോഗമൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കിയൊരു വിയോഗമാണ്. അന്ന് ഗസൽ എന്ന് പറയുന്ന സാധനം അന്ന് കോഴിക്കോട് ഇല്ല എന്ന് തന്നെ പറയാം തുടക്കത്തിൽ. അപ്പോൾ നമ്മൾ ഹട്ടൻസ് ഓർക്കസ്ട്രയിൽ ആയിരുന്നു ഞാനും നജ്മൽ,
സതീഷ് ബാബു തുടങ്ങിയ നമ്മൾ ഒരുപാട് ആൾക്കാർ അന്ന് അട്ടൻ ഓർക്കസ്ട്രയിലാണ് സിംഗേഴ്സായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റെക്കോർഡ് അന്ന് ഞാൻ പറഞ്ഞില്ലേ കാസറ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലത്തിലൊരു ആനിവേഴ്സറി. അപ്പോൾ അന്ന് ആ റിവ്യൂ കണ്ടിട്ടാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പ്രോഗ്രാം വിളിക്കുക. പിന്നീട് ആ പ്രോഗ്രാമിന് പോകും. അന്ന് പാട്ടെടുത്ത് ബിറ്റൊക്കെ എടുത്ത് പാടിയ പാട്ടുകളാണ് പിന്നെ ഒരു കൊല്ലം മുഴുവൻ നമ്മൾ പാടുക. അപ്പോൾ ബാംഗ്ലൂർ അവിടെയൊക്കെ പോയിട്ട് പ്രോഗ്രാം നടത്തണം. അപ്പോൾ നമ്മൾ റെക്കോർഡ് വാങ്ങാൻ വേണ്ടി നമ്മളൊക്കെ പോയി, ഞാൻ, നജ്മൽ, ഹരിദാസ് ഉണ്ടാവും, TC കോയ, അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്, രാജനൊക്കെ. അപ്പോൾ നമ്മൾ ഇത് അവിടെ പോകുമ്പോൾ ആ 2-3 റെക്കോർഡിൻ്റെ സ്ഥലമുള്ളൂ കോഴിക്കോട്. ഒന്ന് നമ്മളെ വലിയങ്ങാടിയിലൊരു സ്ഥലമുണ്ട്, പിന്നെ ആ CSIയിൽ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആ പാട്ട് നോക്കുമ്പോൾ അന്ന് നമ്മൾ ഈ ഇത് നോക്കും, റെക്കോർഡിൻ്റെ കവർ നോക്കുമ്പോൾ അന്ന് ജഗജിത് സിംഗ്, ചിത്ര സിംഗിൻ്റെ ഒക്കെ ഗസൽ ഇങ്ങനെ കാണാം. അപ്പോൾ എനിക്കൊന്നല്ല മിക്കവർക്കും ഗസലുണ്ട്. അപ്പോൾ അതൊന്നും അവിടെ വെക്കാൻ പറയും. വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഗസൽ എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് ഞാൻ എൻ്റെ ഒരു പ്രവാസി ജീവിതം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഒരു ഗുലാം അലിൻ്റെ ചുക്കേ ചുക്കേ എന്നുള്ള ആ ഒരു കാസറ്റ് ഞാൻ അവിടെ ഫേമസ്, അവിടെ പാകിസ്ഥാനികളൊക്കെ ആണല്ലോ. അപ്പോൾ അവരിങ്ങനെ കേട്ടിട്ട് ആ സാധനം ഞാൻ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് അതിന് ഒരുപാട് ആൾക്കാർ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. അത് വന്ന് കേൾക്കാമെന്നിട്ട് അങ്ങനെ പോയി കേൾപ്പിച്ച് പിന്നീടാണ് പിന്നെ ഗസലിൽ ഇങ്ങനെ ഇവരൊക്കെ വരുന്നത്. പങ്കജ് ഉദാസ് വരുന്നു, മെഹന്തിയസിൻ്റെ അറിയാലോ, മെഹന്തിയസിൻ്റെ അപാര ഇതാണ്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ കോഴിക്കോട്, ശരിക്കും നിങ്ങൾ പറഞ്ഞ മാതിരി മലബാറിൽ അതൊരു തരംഗമായിട്ട് വന്ന് ഗസൽ. അത് വീണ്ടും അത് കുറച്ച് മങ്ങിയത് ഗസൽ പോയി. അപ്പോൾ ഗസൽ പോയതിന് ശേഷം പിന്നെ അതിന് ഒരു സംഭവം ഉണ്ടാക്കി നമ്മൾ വായിക്കുക. നിരവധി നാടകങ്ങളിൽ സലാംക്ക പാടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ ഗായകൻ. ഞാൻ ഒരു 12ാം വയസ്സിലാണ് എന്നെ ജ്യേഷ്ഠം കൊണ്ടിട്ട് അവിടെ പാടിപ്പിക്കുന്നത്. അവിടുന്ന് ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പിന്നെ പാടാനുള്ളൊരു ആവേശം കൊണ്ട് പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ പോക്കാണ്, കഷ്ടിച്ച് അങ്ങനെ പോകുന്നു. പക്ഷെ പാട്ടാണ്. പിന്നെ അപ്പം ഞാനിങ്ങനെ ഒരു കല്യാണ പരിപാടിക്ക് അതൊക്കെ ആയിട്ട് പിന്നെ ചെറിയ പിന്നെ മഹഫിൽ പരിപാടിയൊക്കെ ഹാർമോണിയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്ത് കിട്ടിയാലും ആരായാലും എന്തായാലും പോയിട്ട് പാടുക എന്നുള്ളതാണ്. അത് കല്യാണ വീടായാലും ശരി, എന്തായാലും ശരി. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് UDAയിൽ ഇങ്ങനെ ഓർക്കസ്ട്ര ഉണ്ട്. അവിടെ നാടകമാണല്ലോ മെയിൻ. AK പുതിയങ്ങാടി ഒക്കെയാണ് മെയിൻ എഴുത്തുകാരൻ. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്, അവർക്ക് നാടകമാണ്. അങ്ങനെ അതിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പ് അമേച്ചർ നാടകത്തിൽ ഒരുപാട് അമേച്ചർ നാടകത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ KTൻ്റെ തന്നെ ഒരു 1-2 നാടകത്തിൽ ഞാൻ പാടി. KT സെയ്തുൻ്റെ പാടിയിട്ടുണ്ട്, AK പുതിയങ്ങാടി, തിക്കോടിയൻ മാഷ്, പിന്നെ നമ്മളെ കുഞ്ഞാണ്ടി, പപ്പു, കുതിരട്ടൻ പപ്പു, ഇവരൊക്കെ കൂടെ ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ അമേച്ചർ നാടകം. അന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ അമേച്ചർ നാടകങ്ങളൊരു ഉത്സവമായിരുന്നു. എല്ലാ ദിവസവും ഓരോ നാടകങ്ങളുണ്ടാവും, അമേച്ചർ നാടകം. ആളുകളും ഉണ്ടാവും കാണാൻ. അന്ന് ഓർക്കസ്ട്ര എന്നുള്ള ലെവലിൽ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിലൊക്കെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് അന്നൊക്കെ തന്നെ നമ്മൾ സൈഡിൽ നിന്നിട്ട് പാടുന്ന റെക്കോർഡിങ് സിസ്റ്റം ഒന്നുമില്ല. അഭിനയിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, അതിന് ലിപ്പ് മൂവ്മെൻറ്റൊക്കെ നായകൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അപ്പോൾ പാടുമ്പോൾ മെല്ലെ നായകൻ ആ ലിപ്പ് മൂവ്മെൻറ്റ് കണക്കാക്കിയിട്ട് ഫേസ് ചെയ്യാം ഓഡിയൻസിന്. അങ്ങനെയൊക്കെയാണല്ലോ അന്നുണ്ടായത്. അങ്ങനെ ആ നാടകത്തിൽ പാടി AK പുതിയങ്ങാടിൻ്റെ ഒരു നാടകത്തിൽ ഞാൻ പാട്ട് പാടി. അപ്പോൾ പാട്ട് പാടിയപ്പോഴാണ് പറഞ്ഞത് നമ്മൾ അവിടെ ഒരു ഓർക്കസ്ട്ര ഉണ്ടാക്കുന്നുണ്ട് UDAയിൽ, സലാം അങ്ങോട്ട് വരണം എന്നാണ്. അങ്ങനെയാണ് ഈ UDAയിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ആ UDAൻ്റെ പക്ഷേ UDA എന്ന് പറയുന്നൊരു വർഷത്തിൽ 1-2 നാടകം അവർ ചെയ്യും. അത് ഗംഭീര നാടകമായിരിക്കും. എനിക്കൊന്ന് AK പുതിയങ്ങാടി ചുവന്ന തെരുവ്, അങ്ങനെയൊക്കെ നാടകങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള. അപ്പോൾ അത് കഴിഞ്ഞാൽ 1-2 കളിയേ കളിക്കുകയുള്ളൂ നാടകത്തിൽ. ബാക്കി സെമി പ്രൊഫഷണൽ ഒരു ട്രൂപ്പായിരുന്നു UDA. അപ്പോൾ അതിൽ നമ്മളൊരു ഓർക്കസ്ട്ര വിങ്ങായിട്ടാണ് ഞാനതിൽ. പക്ഷേ ഒരുപാട് ആളുകൾ അതിൽ അഭിനയിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ മാമുക്കോയൊക്കെ നമ്മളെ തൊണ്ടിക്കോട് ഒക്കെ ആ നാടകത്തിൽ പിന്നെ UDAയിൽ കൂടെയൊക്കെ വന്നതാണ്. അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. വിഖ്യാത എഴുത്തുകാരൻ UA ഖാദറിൻ്റെ മരുമകൻ കൂടിയാണ് സലാംക്ക. ആ ബന്ധത്തെക്കുറിച്ച് സലാംക്ക പറയുന്നത് ഇങ്ങനെ. എൻ്റെ കല്യാണം ശരിക്കും ഉണ്ടാക്കിയത് ബാബുക്ക ആണ്. ഞാൻ UA ഖാദറെ പോയിട്ട് കാണുന്നതും എന്നെ പറ്റി പറയുന്നതൊക്കെ ബാബുക്കയാണ്. എന്നെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് തന്നെ ഞാനൊരു സംഗീതജ്ഞനായതുകൊണ്ടാണ്. എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, S മുഹമ്മദ് എന്ന് പറഞ്ഞത്. പുള്ളി നാടകത്തിൽ ഇപ്പോൾ ഈ അബു സിർക്കാർ ഇവരൊക്കെ കൂട്ടത്തിൽ
അമേച്ചർ നാടകങ്ങൾ ഒക്കെ പോയ ഒരാളാണ്. പുള്ളിയുടെ ഒരു ഇതും കൂടിയാണ് ഞാൻ സംഗീതത്തിൽ കുറേ ആൾക്കാരെ കൂടെ ബാബുക്കായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ പുള്ളി ത്രൂ ആണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പോൾ ഒരു ഗായകൻ വേണം, കലാകാരൻ വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ഫാദറിലോ പറഞ്ഞത്. വേറെ ഒരുപാട് ഇപ്പോൾ സാഹിത്യ രംഗത്തുള്ള ഒരുപാട് ആൾക്കാർ അവരെ മക്കളൊക്കെ അന്ന് യങ്സ്റ്റർ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ഫാദറിലോ വേണ്ടാന്ന് പറഞ്ഞു. ഒരു കലാകാരൻ ഇതൊക്കെ ആയിട്ട് അറിയുന്ന ഒരാൾ. അതുകൊണ്ടാണ് എന്നെ ഇതാക്കുന്നത്, ആ കല്യാണം കഴിയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു സാഹിത്യകാരൻ്റെ മകൾ എന്നുള്ളത് എനിക്കൊരു പ്രൗഡ് തന്നെയാണ്. കാരണം UA ഖാദറിന് ഇപ്പോൾ ഉള്ള പോലെ അന്ന് ഒക്കെ എല്ലാവരും അറിയപ്പെടുന്ന, അന്ന് അവാർഡുകളൊക്കെ ഒരു സംസ്ഥാന അവാർഡും ഒക്കെ അന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ സംസ്ഥാന അവാർഡ്, എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അങ്ങനെ ആ രീതിയിലേക്കാണ്, ആ രീതിയിലാണ് എന്നെ ഈ സംഗീത നിങ്ങൾ പറഞ്ഞ മാതിരി ആ രീതി തന്നെയാണ്, സംഗീതത്തിൽ കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നത്. സലാംക്ക വെറും ഒരു സംഗീതജ്ഞൻ മാത്രമല്ല, നിരവധി ഗായകരെ പ്രോത്സാഹിപ്പിച്ച ഒരു സംഘാടകൻ കൂടിയാണ്. പ്രമുഖരായ പലരുടെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ സംഘാടകൻ. സംഗീതം എനിക്കൊരു പാഷനായിട്ട് അങ്ങനെ ഉള്ളൂ ഞാൻ കരുതി. കാരണം അന്നതൊക്കെ പാട്ടിൻ്റെ മനസ്സിലുണ്ട്, പാട്ടൊക്കെ ചെയ്യും. പക്ഷേ അതിൽ കൂടെ ഒരു വളർച്ച വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. ഒക്കെ അവരുടെ കഴിവാണ്, അവർ നിമിത്തം എന്നുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ഒരു ത്രൂ ഇങ്ങനെ വരുന്നുള്ളൂ. അവരെ കഴിവുള്ളതുകൊണ്ടാണ് വരെ, കഴിവില്ലെങ്കിൽ ഇപ്പോൾ ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ പൊങ്ങുണ്ട്. ഈ അസ്ലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതാണ്, അസ്ലമിൻ്റെതും ഞാൻ ഏറ്റെടുത്തിട്ട് ഒരു സംഘാടകം എന്നുള്ള ലെവലിൽ അവരെ ഇതാക്കി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിതൊരു ഹരായി. പിന്നെ ഞാൻ ഓരോ സംഘടനയുടെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയതിന് ശേഷം ഒരുപാട് വലിയ വലിയ പ്രോഗ്രാം, കോഴിക്കോട് ഏറ്റവും ടോപ്പ് പ്രോഗ്രാം ചെയ്തത് ഞാനാണ്. പുതിയ ഗായകരോട്, കോഴിക്കോട്ടെ ഗായകരുടെ ഒരു കാരണവർ എന്ന നിലയിൽ സലാംക്കയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെ. പുതിയ ഗായകരൊക്കെ ഞാൻ ഒരുപാട് പുതിയ ഗായകരെയും വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് ഇപ്പോൾ ഈ അടുത്തുള്ള ഒരുപാട് കുട്ടികളെ വളർത്തിയിട്ടുണ്ട്. വളർത്തുന്ന അവർക്കൊക്കെ പ്രോഗ്രാം കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്താ അറിയോ, എൻ്റെ അടുത്ത് വരും, സലാംക്ക ഒന്ന് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഞാൻ ആ കുട്ടി ആരാണ് പാടുന്നുണ്ടോ, നല്ല പെർഫോമൻസ്, നല്ല സംഗതികളാണ് അവർ ചെയ്യുന്നത് നോക്കൂ, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ എല്ലാവരെയും പിടിച്ചിട്ട്, അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് സ്റ്റേജുകൾ നമ്മളെ പ്രോഗ്രാം ഒക്കെ വരും. അപ്പോൾ നമുക്ക് അവരെ കൊണ്ട് പാടിപ്പിക്കണം, നന്നായിട്ട് പാടണം. അങ്ങനെ പാടിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കും, ഈ കുട്ടികൾ പുതിയ വരുന്ന പാട്ടുകാർ. പിന്നെ അവരോടൊരു ഞാൻ എന്താ പറയുകയെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വലിയൊരു സംഗീതമൊന്നും പഠിച്ചൊന്നും വരണ്ട. നിങ്ങൾ പാട്ടുകൾ ഇപ്പോൾ ലതാ മങ്കേഷ്കറിൻ്റെതും മുഹമ്മദ് റാഫിൻ്റെതും എസ് ജാനകീൻ്റെതും യേശുദാസിൻ്റെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ട് അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പോവാം. നിങ്ങളിപ്പോൾ ക്ലാസിക്കൽ പഠിക്കണം എന്നൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ക്ലാസിക്കൽ പഠിക്കുന്നതിന് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ, നിങ്ങൾക്ക് അറിയാം, സ്വരസ്ഥാനം മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, ആ രീതിയിൽ പോകും. പിന്നെ ഞാൻ വേറൊന്ന് അവരോട് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് ഞാനതൊന്നും മോശമെന്ന് പറയുന്നില്ല, പുതിയ കാലഘട്ടം. പക്ഷേ ഇന്ന് അതിനൊരു ഐഡൻറ്റിറ്റി ഇല്ല. നമ്മളിപ്പോൾ ഏത് പാട്ട് ആര് പാടി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മുമ്പിപ്പോൾ യേശുദാസ് പാടിയതാണ്, ജയന്തരം പാടിയാണ്, ബ്രഹ്മാനന്ദം പാടിയതാണ്, മുഹമ്മദ് റാഫി പാടിയാണ്, മുകേഷ്, കിഷോർ, ഇവരൊക്കെ നമുക്ക് വേർതിരിച്ച് പറയാം. ഇന്നിപ്പോൾ ആരെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ ആരാന്നുള്ളത്? അപ്പോൾ നിങ്ങൾ സ്വന്തം ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ ഉണ്ടാക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ വെറുതെ പോയിട്ട് പാടിയിട്ട് വന്ന കാര്യം, സ്വന്തം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക. അത് നിങ്ങൾ കഴിഞ്ഞ സംഗീതത്തിൻ്റെ ആ തനിമ പോവാത്ത രീതിയിൽ പാട്ടുകൾ ഉണ്ടാക്കി, വെറുതെ ആർത്ത് വിളിച്ചിട്ട് എന്തെങ്കിലും ഇപ്പോഴത്തെ ആ ഒരു കീക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് അതിന് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സംഗീതം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയാം. ഹൃദയവദീനിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ, അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാനനുവാദം തരികയില്ലേ, അധരദളപ്പുടം നീ വിടത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാൻ അമരും, മനോഹരിനിൻ മനോരഥത്തിൽ